Okay, the number of teachers dash increasing in some states. Is, are, where, have been. ഇതിലേതായിരിക്കും ആൻസർ? ഈസ് ആയിരിക്കും ആൻസർ. കാരണം എന്താ, ഇവിടെ എന്താ പറയുന്നത്, ദ നമ്പർ ഓഫ് എന്നാണ്. ഓക്കെ, ദ നമ്പർ ഓഫ് എന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് വരേണ്ടത് സിംഗുലർ ആയിരിക്കണം. എന്നാൽ എ നമ്പർ ഓഫ് എന്നാണെങ്കിൽ പ്ലൂറൽ വരണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച ഒരു സംഭവമാണ്. അപ്പോൾ ഇവിടെ ആൻസർ ഈസ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ദ ഒഫീഷ്യൽസ് വെർ നോട്ട് റെഡി ടു കാറ്റർ ഡാഷ് ദ നീഡ്സ് ഓഫ് ദ എംപ്ലോയീസ്. ഇത് പ്രിപ്പോസിഷനുമായി ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു. കാറ്റർ എന്ന് പറയുന്ന വാക്കിന് ശേഷം ഏത് പ്രിപ്പോസിഷൻ വരണം എന്നുള്ളതാണ്. നമ്മൾ കാറ്ററിന് ശേഷം ടു ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ ദ ഒഫീഷ്യൽസ് വെർ നോട്ട് റെഡി ടു കാറ്റർ ടു ദ നീഡ്സ് ഓഫ് എംപ്ലോയേഴ്സ് എന്നാണ് ഇവിടെ ആൻസറായി വരിക. ഇനി അടുത്ത ചോദ്യം, ദ കമ്പനി വാസ് ആസ്ക്ഡ് ടു ഡാഷ് വിത്ത് റെഗുലേഷൻസ്. കമ്പൽ ആയിരിക്കുമോ, കോമ്പൻസേറ്റ് ആയിരിക്കുമോ, കംപ്ലൈ ആയിരിക്കുമോ, കോമ്പീറ്റ് ആയിരിക്കും? ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? കംപ്ലൈ എന്നാണ് അല്ലേ? അപ്പം ഇവിടെ ആൻസർ കംപ്ലൈ എന്നാണ്. ഓക്കെ, ദ കമ്പനി വാസ് ആസ്ക്ഡ് ടു കംപ്ലൈ വിത്ത് റെഗുലേഷൻസ് എന്നാണ് ആൻസർ. ഇവിടെ ആൻസർ സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അടുത്ത ചോദ്യം, ദ വേർഡ് ജിനോസൈഡ് റെഫേഴ്സ് ടു ദ കില്ലിംഗ് ഓഫ്. ജിനോസൈഡ് എന്ന് പറയുന്ന വാക്ക് എന്തിന്റെ കില്ലിങ്ങിനെയാണ് സൂചിപ്പിക്കുന്നത്? എന്തായിരിക്കും? വംശഹത്യ എന്നാണ് ജിനോസൈഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ വംശഹത്യ എന്ന് പറയുന്നത് എന്തിന്റെ കില്ലിംഗ് ആണ്? ജിനോസൈഡ് എന്ന് പറയുന്നത് എന്തിന്റെ കില്ലിംഗ് ആണ്? എ റേഷ്യൽ ഗ്രൂപ്പ്, ഒരു വംശത്തെ. എ റേഷ്യൽ ഗ്രൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കും വംശം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഒരു വംശത്തെ ഇല്ലാതാക്കുക, വംശഹത്യ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ആൻസർ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇനി അടുത്ത ചോദ്യം എന്തായിരുന്നു? എ ടാഞ്ചിബിൾ റിസൾട്ട് ഈസ് വൺ ദാറ്റ് ഈസ്. അതായത് ടാഞ്ചിബിൾ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. ടാഞ്ചിബിൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒബ്സർവബിൾ എന്നാണ്, അല്ലെങ്കിൽ കാണാൻ കഴിയുന്നത്, നിരീക്ഷിക്കാൻ പറ്റുന്നത് എന്നൊക്കെയാണ്. അപ്പോൾ ഇവിടെ ആൻസർ ഒബ്സർവബിൾ, അത് ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇനി അടുത്ത ചോദ്യം എന്താണ്? ഹി അഗ്രീഡ് ടു ചെയർ ദ മീറ്റിംഗ് ആഫ്റ്റർ മച്ച് പെർസ്വാഷൻ. The part of speech of the underlined word is. അതായത് ഈ ചെയർ എന്ന് പറയുന്ന വാക്ക് ഇവിടെ എന്തായിട്ട് ആണ് ഉപയോഗിച്ചിരിക്കുന്നതാണ്. ഇവിടെ എന്താ നോക്കുക? ഹി അഗ്രീഡ് ടു ചെയർ, അവൻ സമ്മതിച്ചു ആ മീറ്റിംഗിൽ എന്ത് ചെയ്യാമെന്ന്, അധ്യക്ഷത വഹിക്കാമെന്ന്. അപ്പൊ ഇവിടെ വെർബാണ്, അധ്യക്ഷത വഹിക്കുക എന്ന അർത്ഥത്തിലാണ്. അപ്പൊ അതിവിടെ ചെയർ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? വെർബായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ആൻസർ സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഓക്കെ, സി. നമുക്കറിയാം ചെയർ നൗണായിട്ടാണ് സാധാരണ ഉപയോഗിക്കുക. പക്ഷെ ഇവിടെ എന്താ വന്നിരിക്കുന്നത്? ഈ ചെയർ കൊണ്ട് ഒരു വെർബിനെയാണ് ഉദ്ദേശിക്കുന്നത്, ക്രിയയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അധ്യക്ഷത വഹിക്കുക എന്നുള്ള ക്രിയയാണ്. അപ്പൊ അങ്ങനെ ഇതിവിടെ വെർബായിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടുത്തെ കറക്റ്റ് ആൻസർ സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അടുത്ത നോക്കാം, ദ ചിൽഡ്രൻ ഡാഷ് ടു ദ പ്ലേ ഗ്രൗണ്ട് എവരി ഡേ. അപ്പോൾ ടെൻസുമായി ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു. ഇവിടെ ഒക്കെ എവരി ഡേ എന്ന് പറയുന്ന ടൈമിംഗ് വേർഡ് തന്നിട്ടുണ്ട്. എവരി ഡേ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജനറലി, യൂഷ്വലി എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ എന്താണ് വരേണ്ടത്? സിമ്പിൾ പ്രസന്റ് ആണ് വരേണ്ടത്. അപ്പൊ ഇവിടെ സിമ്പിൾ പ്രസന്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഏതാണെന്ന് നോക്കുമ്പോൾ ഗോസും സിമ്പിൾ പ്രസന്റ് ആണ്, ഗോയും സിമ്പിൾ പ്രസന്റ് ആണ്. ഓക്കെ, ഗോയും ഗോസുമാണ് ഇവിടെ സിമ്പിൾ പ്രസന്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ ഏത് വരും എന്നുള്ളതാണ്. ഇവിടെ നോക്കാം, ദ ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ പ്ലൂറൽ ആണ്. പ്ലൂറൽ ആകുമ്പോൾ ഇവിടെ നമ്മൾ മുദ്ര ഉപയോഗിക്കാവോ? ഗോ ആണ് ഉപയോഗിക്കുന്നത്. അതാണ് ഗോ. അപ്പൊ ദ ചിൽഡ്രൻ ഗോ ടു ദ പ്ലേ ഗ്രൗണ്ട് എവരി ഡേ എന്നാണ് വരിക. ഗോസ് എന്തിന്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാം? സിംഗുലറിന്റെ കൂടെ ഉപയോഗിക്കാം. ഇവിടെ ചൈൽഡ് എന്നായിരുന്നെങ്കിൽ നമുക്ക് ഗോസ് ഉപയോഗിക്കാം. എന്നാൽ ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ കുട്ടികൾ എന്നാണ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇവിടെ പ്ലൂറൽ ആണ്. അപ്പൊ തീർച്ചയായിട്ടും ഗോ ആണ് വരേണ്ടത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദേ ചോസ് ഡാഷ് മോസ്റ്റ് അട്രാക്റ്റീവ് മോഡൽ ദാറ്റ് വാസ് അവൈലബിൾ. അപ്പൊ ഇത് നോക്കിയത് എ ആണോ, ആൻ ആണോ, ദ ആണോ, വൺ ആണോ? അതായത് ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ നോക്കാം, ഇവിടെ മോസ്റ്റ് അട്രാക്റ്റീവ് എന്ന് പറയുന്നത് സൂപ്പർലേറ്റീവ് ആണ്. അപ്പൊ സൂപ്പർലേറ്റീവ് ഡിഗ്രിയുടെ മുന്നിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ദ ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ദ ആണ്. അപ്പൊ ദേ ചോസ് ദ മോസ്റ്റ് അട്രാക്റ്റീവ് മോഡൽ ദാറ്റ് വാസ് അവൈലബിൾ എന്നുള്ള ആണ് കറക്റ്റ് ആൻസർ. സി എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ് കറക്റ്റ്. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ദ പാർട്ടി വർക്കേഴ്സ് വെയർ ഇൻ എ ഡാഷ് മൂഡ് ആൻഡ് ദ മീറ്റിംഗ് എൻഡഡ് ഇൻ എ കയോസ്. അപ്പം ഇവിടെ മീറ്റിംഗ് എങ്ങനെ അവസാനിച്ചത്? കയോസിലാണ്. എന്താണ്, ഒരു ബഹളത്തിലാണ് അവസാനിച്ചെന്നവർ. അങ്ങനെ ബഹളത്തിൽ അവസാനിക്കണമെങ്കിൽ ഈ പാർട്ടി വർക്കേഴ്സ് എങ്ങനെയായിരുന്നു എന്നാണ് ഇവിടെ ചോദ്യം. എങ്ങനെയായിരുന്നു? ബെലിജറന്റ് എന്നായിരുന്നു അല്ലെ? എങ്ങനെയായിരുന്നു? ബെലിജറന്റ് ആണ് എന്ന് വെച്ചാൽ എന്താ? കലാപകാരികൾ, അല്ലെങ്കിൽ ബഹളം വെക്കുന്ന രീതിയിൽ, കലാപം ഉണ്ടാക്കുന്ന തരത്തിൽ ഉള്ള ആൾക്കാരായിരുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്.
ഇവിടെ കറക്റ്റ് ആൻസർ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ബെലിജറന്റ് എന്നാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ദ ഫ്രേസൽ വെർബ് മുൾ ഓവർ മീൻസ്. മുൾ ഓവർ എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് മുൾ ഓവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ തിങ്ക് ഓവർ എന്നാണ്. എന്താണ് തിങ്ക് ഓവർ? അപ്പൊ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മുൻവർഷ ചോദ്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള പഠനം തീർച്ചയായിട്ടും പരീക്ഷകളിൽ നമ്മളെ വളരെയധികം സഹായിക്കും. എന്നാൽ ബേസിക് അറിഞ്ഞുകൊണ്ടുള്ള പഠനം നമ്മളെ സഹായിക്കുക വ്യത്യസ്ത ചോദ്യങ്ങൾ വരുമ്പോഴാണ്. ഈ 2019 നടന്ന പല PSC പരീക്ഷകളും നമുക്ക് നൽകുന്ന സൂചന ഇനിയുള്ള പരീക്ഷകളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങളെ നമുക്ക് നേരിടണമെങ്കിൽ ഇംഗ്ലീഷിന്റെ അടിസ്ഥാന തത്വങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കും. ഇംഗ്ലീഷിന്റെ അടിസ്ഥാന വശങ്ങൾ നിങ്ങൾക്ക് കാട്ടിത്തരുന്ന ഒരു കോഴ്സാണ് ഈ 68 ക്ലാസ്സുകൾ അടങ്ങുന്ന ഈ ഓൺലൈൻ വീഡിയോ കോഴ്സ് എന്ന് പറയുന്നത്. ഈ കോഴ്സ് 3 തരത്തിലാണ്. 6 മാസത്തെ കോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ 3 മാസത്തെ കോഴ്സ്, 1 മാസത്തെ കോഴ്സ്. ഇംഗ്ലീഷിൽ ഫുൾ മാർക്ക് വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഓൺലൈൻ വീഡിയോ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി വാട്സപ്പിലൂടെ നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.